രണ്ട് സംഖ്യകൾ 4:9 എന്ന അംശബന്ധത്തിലാണ്. ഇതിൽ രണ്ടാം സംഖ്യ 135 ആയാൽ ആദ്യ സംഖ്യ എത്ര? ഇപ്പോൾ രണ്ട് സംഖ്യകളുടെ അംശബന്ധം നമുക്ക് തന്നിട്ട് 4:9. രണ്ട് സംഖ്യകളുടെ അംശബന്ധം 4:9. ഇനി ആ സംഖ്യകളെക്കുറിച്ച് എന്താ പറയുന്നത്? ഇതിലത്തെ രണ്ടാം സംഖ്യ 135. അപ്പോൾ രണ്ടാം സംഖ്യ 135. ആദ്യ സംഖ്യ എത്ര? ആദ്യത്തെ സംഖ്യയാണ് അറിയാത്തത്. അപ്പോൾ നമുക്കത് എക്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ 4:9 സമം x:135 എന്ന് എഴുതാം. അതായത് സംഖ്യകളുടെ അംശബന്ധം 4:9 ആണ്. ആ സംഖ്യകളത്തെ രണ്ടാം സംഖ്യ 135 ആണ്. ആദ്യ സംഖ്യ നമുക്കറിയില്ല, അത് എക്സ് ഇടുക. അപ്പോൾ 4:9 സമം x:135 എന്ന് എഴുതാം. ഇതിൽ നമുക്ക് എക്സ് ആണ് അറിയാത്തത്. ഇതിൽ ഇവിടെ അംശബന്ധത്തിൽ രണ്ടക്കമുണ്ട്, ഈ അംശബന്ധത്തിൽ രണ്ടക്കമുണ്ട്. ഇവിടെ ആകെ 4 എണ്ണം ഉണ്ട്. ഇതിലത്തെ ആദ്യത്തെയും അവസാനത്തെ എടുക്കുക, ഒന്നാമത്തെയും നാലാമത്തെയും, അത് തമ്മിൽ ഗുണിക്കുക. 4 × 135, 4 × 135 സമം. ഇനി അവശേഷിക്കുന്ന രണ്ടും കൂടി ഗുണിക്കുക. അതായത് രണ്ടാമത്തെയും മൂന്നാമത്തെയും നടുവിലുള്ള രണ്ടെണ്ണം, അറ്റത്തെ രണ്ടെണ്ണം ഗുണിച്ചു, ഇനി നടുവിലുള്ള രണ്ടും കൂടി ഗുണിക്കുക. ഏതൊക്കെയാണ്? 9ഉം എക്സും. 9 × x. അപ്പോൾ 9 കൊണ്ട് എക്സിനെ ഗുണിച്ചാൽ 4 × 135 തുല്യമാണ്. ഇതിന്ന് എക്സിൻ്റെ വില കാണാൻ ഇവിടെ 9 എന്നാണ്. ഈ എക്സിൻ്റെ വില കാണണമെങ്കിൽ ഇവിടെ 9 വേണ്ട, എക്സിൻ്റെ വില കാണാൻ 9 ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ × 9 എന്നുള്ളത് ഇങ്ങോട്ട് വരുമ്പോൾ വിപരീത ക്രിയ ഗുണിക്കുക. 9 കൊണ്ട് ഗുണിക്കുക എന്നുള്ളത് 9 കൊണ്ട് ഹരിക്കുക എന്നാവും. അപ്പോൾ എക്സിൻ്റെ വില കാണാൻ 4 × 135നെ 9 കൊണ്ട് ഹരിക്കുക /9. നമുക്ക് ഈ 9ഉം 135ഉം വെട്ടിച്ചു കൊടുക്കാം. 9 110 13 1 9 9 ശിഷ്ടം 4 45 5 9 45. ഇപ്പോൾ ഛേദമില്ലാണ്ടായി, കാരണം 9ഉം 135 വെട്ടിച്ചുടുക്കി 15 9 135 കിട്ടി. ഇനി അംശങ്ങൾ 4ഉം 15ഉം ആണ്. 4ഉം 15 ഗുണിച്ചാൽ 60. 4 15 60. അതായത് എക്സിൻ്റെ വില 60. എക്സ് എന്താണ്? ഇവിടുത്തെ ഒന്നാമത്തെ സംഖ്യയുടെ ആദ്യത്തെ സംഖ്യ. ചോദ്യത്തിൽ ആദ്യത്തെ സംഖ്യ ചോദിച്ചിട്ടുണ്ട്, അത് ഉത്തരം 60.